ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ചിലർക്ക് ആയിരങ്ങളോ പതിനായിരങ്ങളോ ആണ് ആവശ്യമെങ്കിൽ ചിലർക്ക് ലക്ഷങ്ങളോ കോടികളോ കിട്ടിയാലും പ്രശ്നങ്ങൾ തീരാത്ത അവസ്ഥയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക അച്ചടക്കം എന്നുള്ള കാര്യം വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഓരോരുത്തരും അവരവരുടെ ചെലവുകളും വരവും എല്ലാം കൃത്യമായിട്ട് ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് വളരെ തിരക്കേറിയ ഒരു കാലഘട്ടത്തിലാണ്. കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച് അതെല്ലാം കൂട്ടി നോക്കുക, എന്നിട്ടനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷേ നമ്മളെപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു മൊബൈൽ ഫോൺ, അത് തന്നെ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്നൊരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള രണ്ടാമത്തെ കാരണം ചെലവുകൾ ഏറുന്നതിനനുസരിച്ച് വരുമാനം കൂടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരേ ഒരു വരുമാന സ്രോതസ്സ് മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ചെലവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂട്ടാൻ കഴിയില്ല. നമുക്ക് വേണ്ടത് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകമാണ്. നമുക്ക് ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടേയിരിക്കണം. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും വരുമാനം നേടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതിന് എപ്പോഴും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന അസറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യണം. അസറ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആവാം, സ്റ്റോക്സ് ആൻഡ് ബോണ്ട്സ് ആവാം. ഒരുപാട് പണമുള്ളവർക്ക് അവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വരുമാനം നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വലിയ ആസ്തികൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർ എന്ത് ചെയ്യും? അപ്പോൾ അവർക്കും ഒരു അസറ്റ് ബിൽഡിങ്ങിനുള്ള ഒരു ടൂൾ ഉണ്ടായിരിക്കണം. ഏതൊരു സാധാരണക്കാരനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിത്തരാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായ സേവ് ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. സേവ് ആപ്പ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രമല്ല, അതൊരു ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഒരു വലിയ കൺസെപ്റ്റാണ് ഇതിന് പുറകിലുള്ളത്. സേവ് ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആക്കിയാൽ മാത്രം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ മാർക്കറ്റിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ₹1 പോലും മുതൽ മുടക്കാതെ നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതിനുള്ള ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഏത് കമ്പനിയാണ്, ആ കമ്പനി എത്രത്തോളം റിലയബിൾ ആണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡക്ട്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ₹1 പോലും മുതൽ മുടക്കാതെ നിങ്ങൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്, അൺലിമിറ്റഡ് പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതെങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ട്സ് എന്താണ്, അതിൻ്റെ സർവീസസ് എന്താണ്, ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ആ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ടായിരിക്കും. ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ ഒരു അവസരം നമുക്ക് മുന്നിലെത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മുടെ മുന്നിലെത്തിക്കുന്ന കമ്പനി ഏതാണ്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി 1998 ഒരു പാർട്ട്ണർഷിപ്പ് ഫാമായിട്ട് തൃശ്ശൂർ തുടങ്ങിയതാണ്. ഇത് 2008 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. 2021 വരെ ഈ കമ്പനി ഫോക്കസ് ചെയ്തിരുന്ന ഇൻറ്റഗ്ര എന്നുള്ള ERP സോഫ്റ്റ്വെയറിലാണ്. ERP എന്ന് പറയുമ്പോൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. വലുതും ചെറുതുമായ കമ്പനികൾക്ക് അവരുടെ ഓർഗനൈസേഷൻസ് റൺ ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് സേവ് ആപ്പ് എന്നുള്ള ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ 2021 പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആക്കി ഈ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ മാർക്കറ്റ് ചെയ്യുന്ന രീതി ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള സങ്കേതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ ദോഷങ്ങളും ഗുണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. ഇവിടെ സേവ് ആപ്പിൻ്റെ 3 വേർഷൻസ് ഉണ്ട്. സേവ് ആപ്പ് പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സേവ് ആപ്പ് പോപ്പുലർ ആൻഡ് സേവ് ആപ്പ് ഡീലക്സ്. സേവ് ആപ്പ് പോപ്പുലർ എന്നുള്ളൊരു വേർഷൻ വന്നത് 2021 2024 ആ ആപ്ലിക്കേഷനകത്ത് തന്നെ റീചാർജിങ് തുടങ്ങിയിട്ടുള്ള യൂട്ടിലിറ്റി സർവീസസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ഈ കമ്പനി സേവ് ആപ്പ് പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. സേവ് ആപ്പ് പ്രോ 2025 ഡിസംബർ 18 മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തു. സേവ് ആപ്പ് ഡീലക്സ് ഒഫീഷ്യൽ ലോഞ്ചിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2025 തന്നെ സേവ് കാർട്ട് എന്നുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഡെവലപ്പ് ചെയ്തു. 3 തരത്തിലുള്ള ആപ്ലിക്കേഷൻസും സേവ് കാർട്ട് എന്നുള്ളൊരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസും എല്ലാം കൂടിയാണ് സേവ് ആപ്പിൻ്റെ ബിസിനസ് കൺസെപ്റ്റ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത്
മാർക്കറ്റ് ചെയ്യുന്നതിനാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിനേക്കാളും കൂടുതൽ പണം ആവശ്യം വരിക. കാരണം ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ മാത്രം അത് ജനങ്ങൾ അറിയില്ല. അപ്പോൾ ജനങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രഡീഷണലായിട്ട് നമ്മൾ കണ്ടുവരുന്ന അഡ്വർടൈസിങ്ങിലൂടെ, സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള പരസ്യങ്ങളിലൂടെ മാർക്കറ്റ് ചെയ്യണം. അവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് ഈ സെലിബ്രിറ്റീസിനും ആ പരസ്യങ്ങൾ വരുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള മാധ്യമങ്ങൾക്ക് മാത്രമാണ്. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ സർവീസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു ബെനിഫിറ്റും ആ ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ് കൊണ്ട് ഇല്ല. അവിടെ കുറച്ച് പേർക്ക് മാത്രം വരുമാനം കിട്ടുന്ന, അത് ഓൾറെഡി കോടീശ്വരന്മാരായിട്ടുള്ള സെലിബ്രിറ്റീസിനും വളരെയധികം വരുമാനം ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അവിടെ ബെനിഫിറ്റ് കിട്ടുക. ഇവിടെ സേവ് ആപ്പിൻ്റെ മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെയിൽ മെത്തേഡാണ്. കസ്റ്റമേഴ്സിന് ഈ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. അത് ഉപയോഗിച്ച് നോക്കുന്നു, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ ഒരു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് ആളുകളെ ഒന്ന് കൊണ്ടുവരിക, അവരെ ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്ത് അവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിച്ചുകൊണ്ട് മൊബൈൽ ആപ്ലിക്കേഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൊടുത്തുകൊണ്ട് നമുക്ക് വരുമാനം നേടാം. അൺലിമിറ്റഡ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെയുണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കുക. നമ്മൾ 1-2 പേർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർക്കും അതേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്കും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താം. അങ്ങനെ ഓരോ ലെവലിലും അതിൻ്റെ നമ്പർ ഓഫ് ആളുകൾ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. കോമ്പൗണ്ടിങ് പ്രിൻസിപ്പിളാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത ആളുകൾ നമ്മുടെ ഫസ്റ്റ് ലെവലാണെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ 2ാമത്തെ ലെവൽ, അവർ പറഞ്ഞു കൊടുക്കുന്നത് 3ാമത്തെ ലെവൽ, അങ്ങനെ 13 ലെവലും 20 ലെവലും അൺലിമിറ്റഡ് ലെവൽസിലും നമുക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ പ്രത്യേക തരത്തിലുള്ള കോമ്പൻസേഷൻ പ്ലാനാണ്. അതുകൊണ്ടാണ് 13 ലെവലും 20 ലെവലും അൺലിമിറ്റഡ് ലെവൽസിലും വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ കാണും. നമ്മളൊരു കുറച്ച് പേർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുത്ത് അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിട്ട് വരും. ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഏതൊരു ബിസിനസ്സിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഏതൊരു സർവീസ് അവൈൽ ചെയ്യുമ്പോഴും കമ്പനിക്ക് റവന്യൂ കിട്ടും. അതിൻ്റെ 80-90% ഈ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ റിവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് 80-90% ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. കാരണം ഏതൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ മാർക്കറ്റിങ്ങിൽ മാത്രമല്ല അവർക്ക് ചിലവഴിക്കേണ്ടി വരുന്നത്. അത് ഓരോ പ്രാവശ്യവും അത് മാനുഫാക്ചർ ചെയ്യണം, അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ലോജിസ്റ്റിക്സ് സപ്പോർട്ട് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇൻ എ ഫ്ലാഷ് നമുക്കത് ലോകത്ത് എവിടെ വേണമെങ്കിലും എത്തിക്കാം. ഒരു ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്കത് പ്രൊഡക്റ്റ് ഡൗൺലോഡ് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലോകമെമ്പാടും എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സേവ് ആപ്പ് പ്രൊഡക്ട്സ്. സേവ് ആപ്പിൻ്റെ പ്രൊഡക്റ്റുകൾ 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. സേവ് ആപ്പ് പ്രോ എന്നുള്ളൊരു എക്സ്പെൻസ് ട്രാക്കർ, അതിൻ്റെ കോസ്റ്റ് 1000 rupees പ്ലസ് GST ആണ്. അതിലെന്തൊക്കെ ബെനിഫിറ്റ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സേവ് ആപ്പ് പോപ്പുലർ എന്നുള്ളത് ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ വരവും ചെലവും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ട്രാക്കിംഗ്, അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്വേഡ് മാനേജ്മെൻറ്റ്, ഡോക്യുമെൻറ്റ്സ് മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് പാസ്വേഡ്സ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. വളരെ സേഫായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വയ്ക്കാവുന്ന, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്ന പല ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഡയറി എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇതിൻ്റെ ബിസിനസ് കൺസെപ്റ്റാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സേവ് ആപ്പ് ഡീലക്സ് എന്നുള്ളത് ഇനിയും ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. ഇതൊരു കുറച്ചും കൂടി അഡ്വാൻസ് വേർഷനാണ്. ഇതിൻ്റെ കോസ്റ്റ് 11,000 പ്ലസ് GST ആണ് വരിക. ഇപ്പോൾ ഈ ഓരോ ആപ്ലിക്കേഷനും ഇത് ലൈഫ് ടൈമിലേക്കുള്ള കോസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ പർച്ചേസ് ചെയ്താൽ മാത്രം അത് നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസാണ്. ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് അവിടത്തേക്ക് ഞാൻ വരുന്നുണ്ടാവും. ₹1 പോലും മുതൽ മുടക്കാതെ നിങ്ങൾക്ക് വരുമാനം നേടാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരും. അതിനു മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് സേവ് ആപ്പിൻ്റെ 3 വേർഷൻസ് മാർക്കറ്റ് ചെയ്യുമ്പോഴാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. കാരണം ഈ കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് സേവ് ആപ്പിൻ്റെ പ്രൊഡക്ട്സ് മാർക്കറ്റിങ്ങിലാണ്. സേവ് ആപ്പ് പ്രോ എന്നുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ആദ്യം നിങ്ങൾ ഇതിൻ്റെ കോസ്റ്റ് നോക്കുക. 1000 rupees പ്ലസ് GST ആണ് ഒരു റീസെല്ലറിന് കിട്ടുന്ന കോസ്റ്റ്. അതായത് റീസെല്ലർക്ക് 1000 രൂപയും GSTയും കൊടുത്താൽ
₹2000 MRP ഉള്ള ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയും. റീസെല്ലർ ആവുക വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് റെഫറൽ ലിങ്ക് കിട്ടുന്നുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം mysaving.in എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റീസെല്ലർ ആവാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. റീസെല്ലർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് സേവ പ്രോ എന്നുള്ള എക്സ്പെൻസ് ട്രാക്കർ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ₹1000 പ്ലസ് GSTക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ₹820 നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു റീസെല്ലർ മാർജിനായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. സേവ പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റഫറൽ ബോണസ് എന്നുള്ള രീതിയിൽ ₹100 കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അവർക്കും ഇതുപോലെ ഒരു റീസെല്ലർ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്കത് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാം. അങ്ങനെ ഓരോ ലെവലിലും വരുന്ന സെയിലിനനുസരിച്ച് അവിടെ നിന്നൊക്കെ എപ്പോഴൊക്കെ ഒരു സെയിൽ നടക്കുന്നുണ്ടോ നമ്മുടെ 20 ലെവൽസിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. അത് 1% മുതൽ 3% വരെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട്. അതൊരു അൺലിമിറ്റഡ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. ആൾക്ക് പോലും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും വരുമാനം കിട്ടാനുള്ള ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. വരുമാനം കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ₹1000 പ്ലസ് GST എന്ന് പറയുമ്പോൾ GST ഗവൺമെൻറ്റിനുള്ളതാണ്. ₹1000 കമ്പനിയുടെ റവന്യൂ. അതിൽ നിന്ന് ₹100 ഞാൻ നേരത്തെ പറഞ്ഞ റഫറൽ ബോണസായിട്ട് കൊടുക്കുന്നു. 20 ലെവൽസിൽ ലെവൽ ഇൻകം കൊടുക്കാനായിട്ട് ₹100 കമ്പനി മാറ്റിവെക്കുന്നു. അതോടൊപ്പം കമ്പനിയുടെ മാർജിനായിട്ട് ₹200 കമ്പനി റിസർവ് ചെയ്യുന്നു. ബാക്കിയുള്ള ₹600 ഒരു ഓട്ടോ പൂൾ സിസ്റ്റത്തിലേക്ക്, ഒരു സിംഗിൾ ലൈൻ ക്യൂ സിസ്റ്റത്തിലേക്ക് കമ്പനി മാറ്റിവെക്കുകയാണ്. അതെന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ₹1000 നിന്ന് ₹600 ഓരോ സെയിലിലും മാറ്റിവെക്കുമ്പോൾ 4 സെയിൽ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് അവിടെ ₹2400 മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ആ ₹2400 നിന്ന് ആദ്യത്തെ ആൾക്ക്, അതായത് 4 പേരുടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നിൽക്കുന്ന ആൾക്ക്, ആദ്യം വന്ന ആൾക്ക് അല്ലെങ്കിൽ ആദ്യം പർച്ചേസ് ചെയ്ത ആൾക്ക് ₹1000 ഓട്ടോ പോൾ ഇൻകമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ആ വ്യക്തിയെ റെഫർ ചെയ്ത വ്യക്തിക്ക് ₹500 കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരാൾക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർക്ക് ₹1000 ഓട്ടോ പോൾ ഇൻകത്തിലേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ₹500 കിട്ടുന്നുണ്ടാവും. എക്സാക്റ്റ് പകുതിയാണ്. ഈ ₹1000 കിട്ടിയവരെല്ലാം അടുത്ത പൂളിലേക്ക് എൻ്റർ ആവും. അവിടെയും ഒരു സിംഗിൾ ക്യൂ സിസ്റ്റമാണ്. അവിടെ 8 പേര് വരുമ്പോൾ ആദ്യത്തെ ആൾക്ക് ₹3000 കിട്ടുന്നു. അടുത്ത 8 പേര് വരുമ്പോൾ രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്നു. ഇതേ സിസ്റ്റം കണ്ടിന്യൂ ചെയ്തു പോകും. ഇതൊക്കെ ഈ കമ്പനിക്ക് കിട്ടിയ റവന്യൂവിൽ നിന്ന് തന്നെയാണ് മാറ്റിവെക്കുന്നത്. കമ്പനിയുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ് ഇവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇത് പർച്ചേസ് ചെയ്യാൻ ജനങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ₹1000 ₹3000 കിട്ടിയ ആളുകൾ അടുത്ത പൂളിലേക്ക് എൻ്റർ ആവും. അവിടെ 16ൻ്റെ ബ്ലോക്കാണ് വരിക. 16 എൻട്രി അവിടെ വരുമ്പോൾ അതിൽ ആദ്യം നിൽക്കുന്ന ആൾക്ക് ₹20,000 അവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് ₹1000 GSTയും കൊടുത്ത് ₹1180 കൊടുത്ത വ്യക്തിക്ക് 3 പൂളുകളിലായിട്ട് ₹24,000 ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവസാനത്തെ പൂൾ ഇൻകമായിട്ട് ₹20,000 കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു ഫാമിലി പാക്ക് ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. ഫാമിലി പാക്ക് എന്ന് പറഞ്ഞാൽ സേവ പോപ്പുലറിൻ്റെ 3 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതിൽ വീണ്ടും ഒരു ഓട്ടോ പൂൾ സിസ്റ്റമുണ്ട്. അതിൽ ₹3,12,000 കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഇനി അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 1000 പ്ലസ് GST ₹1180 മുടക്കിയ ആൾക്ക് ഇവിടെ ലഭിക്കുന്നത് 24,000. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഫാമിലി പാക്കിൻ്റെ ആക്ടിവേഷൻ, അതിനനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ബെനിഫിറ്റ്സ് വേറെ. അതോടൊപ്പം തന്നെ ഒരു ഓട്ടോ പൂൾ ഇൻകമായിട്ട് വീണ്ടും ₹3,12,000 കിട്ടാനുള്ള അവസരവും കിട്ടുന്നത്. അപ്പോൾ 1000 പ്ലസ് GST കൊടുക്കുമ്പോൾ ₹3,36,000 നേടിയെടുക്കാനുള്ള അവസരം. നിങ്ങൾ ആർക്കും റെഫർ ചെയ്തില്ലെങ്കിൽ പോലും, നിങ്ങളിതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്താൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം വേറൊരാൾക്ക് പരിചയപ്പെടുത്തിയാൽ അവർക്ക് ഈ ₹24,000 കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 3 പൂളുകളിലായിട്ട് ₹12,000 കിട്ടിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഫാമിലി പാക്ക് ആക്ടിവേഷൻ നടക്കുമ്പോൾ അവിടെയുണ്ട് റെഫറൽ ബോണസും ബൈനറി ഇൻകം ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ പൂൾ സിസ്റ്റം ഉപയോഗിക്കാം. നിങ്ങൾ റെഫർ ചെയ്താലും ചെയ്തില്ലെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ്. സേവ പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് ആ വ്യക്തി ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൽ ബോണസായിട്ട് ₹100 കിട്ടുന്നുണ്ടാവും. ലെവൽ ഇൻകമായിട്ട് ₹3 വരെ, അത് 3% ലെവൽ ഇൻകം കിട്ടുന്ന ഫാമിലി യൂസർ ആണെങ്കിലാണ് നിങ്ങൾക്ക് 3% കിട്ടുക, അല്ലെങ്കിൽ 2% അല്ലെങ്കിൽ 1%. എന്ത് തന്നെയായാലും ലെവൽ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ₹100 ലെവൽ ഇൻകവും അത് 20 ലെവൽസിൽ നിന്നാണ് കിട്ടുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നവർ മാത്രമല്ല, അവർ റെഫർ ചെയ്യുന്നവരൊക്കെ 20 ലെവൽസ് വരെ നിങ്ങൾക്ക് വരുമാനം നേടിത്തന്നുകൊണ്ടിരിക്കും. അതുമാത്രമല്ല
ആ വ്യക്തിക്ക്, നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തിക്ക് 1000 രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ, ആ വ്യക്തിക്ക് 3000 കിട്ടുമ്പോൾ 1500, ആ വ്യക്തിക്ക് 20,000 കിട്ടുമ്പോൾ 10,000, പിന്നെ അതിൻ്റെ റെഫറൽ ബോണസും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്താൽ, അല്ലെങ്കിൽ സെല്ല് ചെയ്യാനായിട്ട് കമ്പനിയെ സഹായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ്. ഇത് വെറുതെ പ്രോമിസ് ചെയ്യുന്നതല്ല, കൊടുക്കാൻ പറ്റുന്ന വരുമാനമാണ്. കമ്പനിയുടെ റവന്യൂ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് 800 റുപ്പീസ്, 1000 രൂപയിൽ നിന്ന് 80% മാർക്കറ്റിംഗ് ബഡ്ജറ്റായി വെച്ചുകൊണ്ട് അതിൻ്റെ യൂട്ടിലൈസേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമല്ല, നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് റെഫറൽ ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ അവരൊരു റീസെല്ലർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് 10 എണ്ണം വരെ അവർക്ക് ഒറ്റ ടൈം വാങ്ങാം. അത് കഴിഞ്ഞിട്ടും അവർക്ക് വേണമെങ്കിൽ അത് റീസെൽ ചെയ്തുകൊണ്ട് വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ആ വ്യക്തി 10 എണ്ണം പർച്ചേസ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ 10 പേർക്ക് പറഞ്ഞാൽ എല്ലാവരും ഓരോന്ന് പർച്ചേസ് ചെയ്താൽ 10 സെയിൽ അവിടെ നടക്കുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. ഓരോ സെയിലിലും 100 റുപ്പീസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ 10 എണ്ണം സെയിൽ നിങ്ങൾ മൂലം നടന്നു കഴിഞ്ഞാൽ 1000 രൂപ അവിടെ റെഫറൽ ബോണസ്, പിന്നെ ലെവൽ ഇൻകം വേറെ, അതിനോടൊപ്പം തന്നെ ഓട്ടോ പോൾ ഇൻകമായിട്ട് 500 രൂപ ഫസ്റ്റ് പൂൾ ഇൻകത്തിൽ കിട്ടുന്നു. അത് ഇൻറ്റു 10 ആയി കഴിഞ്ഞാൽ 5000 രൂപയാവും. പിന്നെ അങ്ങനെ സെക്കൻഡ് പൂളിൽ, അതായത് നിങ്ങൾ മൂലം 10 സെയിൽ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1,20,000 രൂപയാണ്. അത്രയും ഇൻകം പൊട്ടൻഷ്യലുള്ള ഒരു സിസ്റ്റമാണ്. നിങ്ങൾ റെഫർ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ റെഫർ ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ 24,000 രൂപയും അതോടൊപ്പം തന്നെ 3,12,000 രൂപ വരെ നിങ്ങൾക്ക് ഓട്ടോ പോളിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫാമിലി പാക്കിൻ്റെ ആക്ടിവേഷനും. അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റുള്ള ഒരു സിസ്റ്റമാണ് സേവ് അപ്പ് പ്രോ എന്നുള്ളത്. സേവ് അപ്പ് പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്ക് സേവ് കാർട്ട് എന്നുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് പർച്ചേസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ റീസെല്ലർ ആവുക, സേവ് കാർട്ട് ഓപ്പൺ ചെയ്യുക, മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് സേവ് കാർട്ട് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് IT പ്രൊഡക്ട്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ സേവ് അപ്പ് പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ റെഫർ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. ഇനി സേവ് അപ്പ് പോപ്പുലർ, സേവ് അപ്പ് ഡീലക്സ് എന്നുള്ള 2 ആപ്ലിക്കേഷൻസ്, അതിൻ്റെ മാർക്കറ്റിങ്ങിൽ കിട്ടുന്ന വരുമാനങ്ങളാണ്. ഇവിടെ ഒരു ആക്റ്റീവ് ഇൻകമായിട്ട്, അതായത് നിങ്ങൾ വർക്ക് ചെയ്താൽ കിട്ടുന്ന വരുമാനം, അതായത് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ്. 5 തരത്തിലുള്ള വരുമാനം സേവ് അപ്പ് പോപ്പുലറിൻ്റെയും ഡീലക്സിൻ്റെയും സെയിലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് റെഫറൽ ഇൻകം, ലെവൽ ഇൻകം, ബൈനറി ഇൻകം, റാങ്ക്സ് ആൻഡ് ഇൻസെൻറ്റീവ്, ഗ്ലോബൽ ഓട്ടോ പൂൾ ബോണസ്. ഇതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. റെഫറൽ ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്ത ആളുകൾ, നിങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് സേവ് ആപ്പിലെ ഒരു യൂസറായി മാറിയ ആളുകൾ എപ്പോഴൊക്കെ ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അത് സേവ് കാർട്ടിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ സേവ് അപ്പ് പോപ്പുലർ എന്നുള്ള ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ സേവ് അപ്പ് ഡീലക്സ് എന്നുള്ള ആപ്ലിക്കേഷൻ, ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് റെഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. സേവ് കാർട്ടിലെ ഏതെങ്കിലും പ്രൊഡക്റ്റ് എപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഒരാൾക്ക് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയാൽ 800 രൂപ നിങ്ങൾക്ക് സേവ് ആപ്പിൻ്റെ ആക്ടിവേഷനിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 20% വരെ സേവ് കാർട്ടിലെ ഏതൊരു പ്രൊഡക്റ്റ് എപ്പോഴെങ്കിലും വാങ്ങിയാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരിക്കലും നമ്മൾ റെഫർ ചെയ്ത വ്യക്തി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുമാനം തരുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ ഒരു ലിമിറ്റുമില്ല. നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾക്ക് ഇത് റെഫർ ചെയ്യാൻ പറ്റും. ഒരു ലിങ്ക് അയക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്നിട്ട് അവർക്ക് ഇത് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു മിനിമം എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ സാധ്യതയാണ് ഈ പറഞ്ഞത്. ഒരു ലിമിറ്റുമില്ല, ഗ്ലോബലായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെയുള്ളത്. പിന്നെയുള്ളത് ലെവൽ ഇൻകം. നമ്മൾ 1-2 ആളുകൾക്ക് ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്നു, അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ 13 ലെവൽസിൽ നിന്ന് സേവ് അപ്പ് പോപ്പുലറിലൂടെയൊക്കെ നമുക്ക് വരുമാനം നേടാൻ കഴിയും. ഇവിടെ 50 രൂപയാണ് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ എക്സ്ട്രാ കിട്ടുന്ന വരുമാനം. നിങ്ങൾക്ക് റെഫറൽ ബോണസായിട്ട് 800 രൂപ കിട്ടുന്നതോടൊപ്പം തന്നെ 50 രൂപ ലെവൽ ബോണസായിട്ട് കിട്ടുന്നുണ്ടാവും. അടുത്ത ലെവൽ നമ്മുടെ സെക്കൻഡ് ലെവലാണ്. അതായത് നമ്മൾ ഡയറക്റ്റ് പരിചയപ്പെടുത്തിയവർ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവർ നമ്മുടെ സെക്കൻഡ് ലെവലായി മാറും. അവർ എപ്പോഴൊക്കെ ഒരു സേവ് ആപ്പിൽ ആക്ടിവേഷൻ നടക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് 10 റുപ്പീസ് വെച്ച് കിട്ടുന്നുണ്ടാവും. പിന്നെ 10, 20, 30 എന്നുള്ള ആ ഒരു സ്കെയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 13 ലെവൽസ് വരെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. 4 പേർക്കെങ്കിലും നമ്മളിത് പരിചയപ്പെടുത്തിയാൽ, 4 ആപ്ലിക്കേഷൻസ് ഇവിടെ പർച്ചേസ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ 4, 40, 4000 ആളുകൾക്ക് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം കൂടും. വെറുതെ പ്രോമിസ് ചെയ്യുന്നതല്ല. കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ
പെർഫെക്റ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ 4 പേർക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 50 രൂപ ലെവൽ ഇൻകമായിട്ട് ഓരോ ഫസ്റ്റ് ലെവലിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അതുപോലെ അടുത്ത ലെവലിൽ 4 പേര് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 16 പേരായിട്ടുണ്ടാവും. അതേ പ്രോസസ്സാണ് ഇങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതൊരു ഇല്ലസ്ട്രേഷനാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള വരുമാനത്തിൻ്റെ ഒരു സാധ്യത, ഇത് നിങ്ങൾക്ക് പോസിബിളായിട്ടുള്ളൊരു ഇൻകമാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേടാൻ കഴിയുന്നൊരു വരുമാനമാണ്. കോടികളിലേക്ക് നിങ്ങളുടെ വരുമാനം എത്തിക്കാൻ ഈ ഒരു ലെവൽ ഇൻകത്തിന് തന്നെ കഴിയും. അടുത്തത് ബൈനറി ഇൻകമാണ്. ഇവിടെ ഒരു 2 ഓർഗനൈസേഷൻസ് സ്ട്രക്ചറാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓർഗനൈസേഷൻ നമ്മൾ ഒരേപോലെ കൊണ്ടുപോകുമ്പോൾ, അതായത് നമ്മുടെ 2 ടീമിനെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കമ്മീഷനാണ് ടീം ബിൽഡിംഗ് കമ്മീഷൻ. അപ്പോൾ നമ്മുടെ എഫേർട്ട് കൊണ്ട് മാത്രമല്ല ഇവിടെ വരുമാനം കിട്ടുക, നമ്മളുടെ ടീമിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളും വർക്ക് ചെയ്യുമ്പോഴൊക്കെ വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ്. അതിലാണ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നത്. ടീം ബിൽഡിംഗ് കമ്മീഷന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ഡെയിലി 10,000 റുപ്പീസാണ് നിങ്ങൾക്ക് നേടാൻ കഴിയുക. അത് നിങ്ങൾ ക്ലബ് ബോണസ് അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് 15,000 ആയി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ മാച്ചിങ്ങിലും 400 to 600 റുപ്പീസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കൂടുന്നത്, അതായത് 400 നിന്ന് 600 ആവുന്നത് ക്ലബ് ബോണസ് നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴാണ്. ക്ലബ് ബോണസ് അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ കൂടെ വരുന്നവരെ സക്സസ്ഫുൾ ആക്കുമ്പോഴാണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ള വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്ന് ഒരേ ഒരു റെസ്ട്രിക്ഷനേ ഉള്ളൂ. ഡെയിലി ഇൻകം 10,000 to 15,000 ആണ്. അത് നിങ്ങളുടെ ടോട്ടൽ ടീം കൗണ്ട് ചെയ്തിട്ടാണ്. അത് 20 ലെവലോ 13 ലെവലോ ഒന്നുമല്ല. അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഇൻകം റാങ്ക്സ് ആൻഡ് ഇൻസെൻറ്റീവാണ്. നിങ്ങൾ നേരത്തെ ചെയ്ത ഈ ബൈനറി മാച്ചിങ് അതിൻ്റെ വോളിയം തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മുതൽ പ്രസിഡൻറ്റ് വരെയുള്ള റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഒരു ബിസിനസ് വോളിയത്തിൻ്റെ ഒരു ചെറിയ ക്രൈറ്റീരിയസ് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 റുപ്പീസ് മുതൽ 7.5 crores വരെ 7.5 കോടി രൂപ വരെ ഇൻസെൻറ്റീവ് മാത്രമായിട്ട് വാങ്ങാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ദിവസവും 6 മണിക്കും 11 മണിക്കും രാത്രി 8 മണിക്കും സൂം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും പല ജില്ലകളിലും ഫിസിക്കൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നവരെ നേരിട്ട് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ വ്യക്തിക്കും 10 കോടി രൂപ വരെ ഇൻസെൻറ്റീവ് മാത്രമായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു സിസ്റ്റം. ഇതിനേക്കാൾ വലിയ ഒരു വരുമാനം നേടുന്ന 1 രൂപ പോലും മുതൽ മുടക്കാതെ ഇവിടെ ആകെപ്പാടെ ചിലവഴിക്കുന്നത് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അത് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ കൺട്രോൾ കൊണ്ടുവരിക, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക, നിങ്ങളുടെ ലൈഫ് ഒന്ന് മാനേജ് ചെയ്യുക. അതിന് സഹായിക്കുന്ന ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നൊരു എക്സ്ട്രാ ബെനഫിറ്റാണ് ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. മറ്റുള്ളവർക്ക് ഇത് റെഫർ ചെയ്തുകൊണ്ട് വരുമാനം നേടാനുള്ള സാധ്യതകളാണ്. അത് ഏറ്റവും സിമ്പിളാക്കിയിട്ട് ഈ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു റെഫറൽ ലിങ്ക് കിട്ടുന്നു, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന സൂം മീറ്റിങ്ങിലേക്കൊക്കെ എൻ്റർ ചെയ്യിക്കുക, അവർക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. അതിനുവേണ്ടി ഒരല്പം എഫേർട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ സാധ്യത അനന്തമാണ്. ഇവിടെ നമുക്ക് CCM മെമ്പർ ആയിക്കഴിഞ്ഞാൽ, CCM എന്ന് പറയുമ്പോൾ ഒരു കോർ കമ്മിറ്റി മെമ്പറാണ്. ഈ ഒരു സിസ്റ്റത്തിൽ ഒരു പ്രീമിയം മെമ്പർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റാങ്കൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ക്യുമുലേറ്റീവ് മാച്ചിങ് BV ഒക്കെ പകുതിയായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ കൺസിഡർ ചെയ്യാം. CCM ആവാനായിട്ട് ഇവിടെ ഫാമിലി യൂസർ എന്നുള്ള കാറ്റഗറി എത്തണം. ഫാമിലി യൂസർ എന്ന് പറയുമ്പോൾ സേവ പോപ്പുലർ അല്ലെങ്കിൽ സേവ ഡീലക്സ് 3 എണ്ണം പർച്ചേസ് ചെയ്യുന്നവരാണ്. എന്തിനാണ് 3 എണ്ണം? ഒരു ഫാമിലിയിൽ പണം കൈകാര്യം ചെയ്യുന്ന പലരുണ്ടാവും. അതിൽ 3 പേർക്കെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർക്ക് ഒരു ഫൈനാൻഷ്യൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആ കുടുംബത്തിൽ തന്നെ സാമ്പത്തിക സ്ഥിരതയുണ്ടാവും. അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് എന്നുള്ളത്. അത് ഒരിക്കൽ പർച്ചേസ് ചെയ്താൽ മതി. അത് 3 എണ്ണം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫാമിലി യൂസറായിട്ട് കണക്കാക്കപ്പെടും. ഫാമിലി യൂസേഴ്സിന് ഒരു സ്മാർട്ട് SBO ആവാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. സ്മാർട്ട് SBO എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നിങ്ങളുടെ താഴെ നിങ്ങൾ തന്നെ 2 പർച്ചേസ് നടത്തുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫറലിലാണ് ആ 2 എണ്ണം വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 800 + 800 1600 രൂപ കിട്ടാനുള്ള യോഗ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മാച്ചിങ് അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അവർ 400 രൂപ കിട്ടുന്നുണ്ടാവും. പിന്നെ ഫസ്റ്റ് ലെവലിൽ 50 + 50 അങ്ങനെ 2100 രൂപ നിങ്ങൾക്ക്
ലഭിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷേ അവിടെ ആ 2100 നിന്ന് 2000 രൂപ നിങ്ങളവിടെ ഹോൾഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്മാർട്ട് SBO ആവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ 2000 രൂപയ്ക്ക് പകരം നിങ്ങൾക്ക് 3,12,000 രൂപ 3 പൂളുകളിലായിട്ട് കിട്ടാനുള്ള യോഗ്യത ഉണ്ടാവും. പൂൾ ഇൻകം കിട്ടുന്നത് നേരത്തെ സേവ് പ്രോയിൽ പറഞ്ഞ പോലെ 8 സെയിൽ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ആൾക്കാണ് 12,000 രൂപ കിട്ടുന്നത്. ആ 12,000 രൂപ കിട്ടിയ ആളുകൾ അടുത്ത പൂളിലേക്ക് എൻ്റർ ആവും. അവിടെ 16 പേര് വരുമ്പോഴാണ് അടുത്ത പൂൾ ഇൻകം 60,000 കിട്ടുന്നത്. അവിടെ വീണ്ടും ആ 60,000 കിട്ടിയ ആളുകൾ അടുത്ത പൂളിലേക്ക് എത്തും. അവിടെ 24 പേര് വരുമ്പോഴാണ് ആദ്യത്തെ ആൾക്ക് സീനിയോറിറ്റി വൈസ് 2,40,000 രൂപയാണ് മൂന്നാമത്തെ പൂളിൽ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 3,12,000 രൂപ കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സെയിൽ വരുന്നതിനനുസരിച്ചാണ് ആ ഒരു സ്പീഡ് കൂടുക. സേവ പ്രോ പർച്ചേസ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ഫാമിലി യൂസറായി മാറും. കാരണം മൂന്നാമത്തെ പോളിംഗത്തിൽ ഫ്രീ ആയിട്ട് ഈ ഫാമിലി യൂസർ ആക്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂടാൻ പോവുകയാണ്. കാരണം സേവ പ്രോ സ്റ്റാർട്ട് ചെയ്തത് 2025 ഡിസംബർ 18 വെറും 3 മാസമേ ഇതുവരെ ആയിട്ടുള്ളൂ. 3 മാസം കൊണ്ട് അൺലിമിറ്റഡ് ആളുകൾ വരുമാനം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവരൊക്കെ ഈ മൂന്നാമത്തെ പൂളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവരൊക്കെ നമ്മുടെ ഫാമിലി യൂസേഴ്സായി മാറും. ഗ്ലോബൽ ഓട്ടോ പൂൾ ബോണസ് കിട്ടാനുള്ള സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല അവസരമാണിത്. സേവ പ്രോ വന്നു കഴിഞ്ഞു. 2021 വന്നിട്ടുള്ള സേവ പോപ്പുലർ എന്നുള്ള ആപ്ലിക്കേഷൻ വന്ന സമയത്ത് ഈ ഒരു ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആ സമയത്ത് വന്ന് എത്തിച്ചു നോക്കി നിർത്തിപ്പോയിട്ടുള്ള പലരും ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സേവ് ആപ്പിൻ്റെ ബിസിനസ് മോഡൽ വളരെയധികം മാറിക്കഴിഞ്ഞു. സേവ് ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷനെ പറ്റി നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെയധികം ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞത് സേവ് ആപ്പിൻ്റെ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചാണ്. പർച്ചേസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം കമ്പനി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സേവ് ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം, DTH റീചാർജ് ചെയ്യാം. ഇനി ബിൽ പേയ്മെൻറ്റ്സ് എന്നുള്ളൊരു സിസ്റ്റം കൂടി വരുന്നുണ്ട്. ബിൽ പേയ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ചെയ്യാം. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ബാക്കും ലെവലിംഗും കിട്ടും. അവിടെ 20 ലെവൽസ് വരെ വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ സേവ് കാർട്ട് എന്നുള്ളത് ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതൊക്കെ പോലുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസാണ് സേവ് കാർട്ട് എന്നുള്ളത്. കോർ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വെൻഡേഴ്സ് ആവാനുള്ള അവസരമുണ്ട്. അവർക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ സേവ് കാർട്ട് എന്നുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ ആർക്കെങ്കിലും റെഫർ ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. സേവ് പ്രോ എന്നുള്ള ആപ്ലിക്കേഷൻ സേവ് കാർട്ടിൽ നിന്നാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അവിടെ റെഫറൽ ബോണസ് 20% വരെയാണ്. ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മാർജിൻ അനുസരിച്ച് നിങ്ങൾക്ക് 20% വരെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ് വാങ്ങാൻ പറ്റും. നിങ്ങൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എപ്പോഴൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല 20 ലെവൽസിലേക്ക് ലെവലിംഗും കിട്ടും. യൂട്ടിലിറ്റി സർവീസസിലും സേവ് കാർട്ടിലും നിങ്ങൾ 1 രൂപ പോലും മുതൽ മുടക്കേണ്ട കാര്യമില്ല. ഒരാളെ കൊണ്ടും ഒരു ആക്ടിവേഷൻ കോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ 1 രൂപ പോലും, ഒരു പൈസ പോലും നിങ്ങൾ ചിലവഴിപ്പിക്കേണ്ട. നിങ്ങൾ റെഫർ ചെയ്യുന്ന ആളുകൾ റീചാർജ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിലോ മറ്റോ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് എക്സ്ട്രാ കൺവീനിയൻസ് ഫീസോ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാം. അതിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ റെഫർ ചെയ്യുന്ന ആളുകളിലൂടെ നിങ്ങൾക്ക് 20 ലെവൽസിലേക്ക് ഇൻകം കിട്ടുന്നു. അതോടൊപ്പം തന്നെ സേവ് കാർട്ട് നിങ്ങൾ റെഫർ ചെയ്യുക, അവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ 20% വരെ ഡയറക്റ്റ് കമ്മീഷൻസ് കിട്ടുന്നു. അതോടൊപ്പം തന്നെ 20 ലെവൽസിൽ വരെ നിങ്ങൾക്ക് ലെവൽ ഇൻകം കിട്ടുന്നു. ഇതിലൊക്കെ 1 രൂപ പോലും നിങ്ങൾ മുടക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന വരുമാനങ്ങൾ ഇതിനേക്കാൾ കൂടുതലാണ്. യൂട്ടിലിറ്റി സർവീസിലും സേവ് കാർട്ടിലുമുള്ള പ്രൊഡക്റ്റുകൾ സേവ പ്രോ ഒഴിച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോഴൊക്കെ ചെറിയ ചെറിയ വരുമാനമാണ്. അത് അക്യുമുലേറ്റ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അത് നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡിങ്ങിനനുസരിച്ചിരിക്കും. സേവ പോപ്പുലറോ സേവ ഡീലക്സോ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ആക്റ്റീവ് യൂസറായി മാറാം, അല്ലെങ്കിൽ ഒരു ഫാമിലി യൂസറായി മാറാം. അപ്പോൾ നിങ്ങളുടെ വരുമാനം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ആവുമെന്ന് കാണാം. നിങ്ങളൊരു ഫാമിലി യൂസറായി മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് ലെവൽ ഇൻകം 3% ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 2 പേർക്കെങ്കിലും ഇത് ഫ്രീ ആയിട്ട് കൊടുത്തുന്നിരിക്കുക. ഇപ്പോൾ അവർ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അതിനകത്തുള്ള യൂട്ടിലിറ്റി സർവീസസ് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ സേവ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അവർ യൂട്ടിലിറ്റി സർവീസസോ അല്ലെങ്കിൽ സേവ് കാർഡിലെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും.
നിങ്ങളൊരു ഫാമിലി യൂസർ ആവുക, മറ്റുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു വരുമാനത്തിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണിത്. റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഈ മൊബൈൽ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ DTH കമ്പനികളിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 299 രൂപയുടെ ഒരു റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്കൊരു 7 രൂപ ആവറേജ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ 3% ലെവലിൽ നിങ്ങളുടെ കമ്മീഷൻ 42 പൈസയാണ്. നിങ്ങൾ 2 പേർക്കെങ്കിലും ഇത് കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള അനുമാനത്തിലാണ്. രണ്ടിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ മാത്രം അവിടെ കണക്കാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു 20 ലെവൽസ് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ വരുമാനത്തിൻ്റെ അളവെന്ന് നിങ്ങളൊന്ന് കണക്കാക്കി നോക്കുക. ഇവിടെ ഇത്രയധികം ഒരു 4 ലക്ഷത്തിലധികം വരുമാനം നിങ്ങൾക്ക് നേടിയിട്ടുണ്ടാവും. ഇത് അവസാനത്തെ ലെവലിൽ മാത്രം, 20ാമത്തെ ലെവലിൽ മാത്രം നമുക്ക് കാണാം 2,20,000 രൂപയിൽ മേലോട്ട്. അപ്പോൾ ടോട്ടൽ 4.5 ലക്ഷത്തിനടുത്ത് വരുമാനം നേടാൻ നിങ്ങളൊരു ഫാമിലി യൂസർ ആവുക. ബാക്കിയുള്ള 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഫ്രീ യൂസർ ആയാൽ പോലും അവരൊക്കെ മാസത്തിൽ ഒരു റീചാർജെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുള്ള വരുമാനത്തിൻ്റെ ഒരു അനന്ത സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ അവർ സേവ് കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും. അവിടെ അച്ചാറും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോഫി പൗഡറും നട്ട്സും സീഡ്സും ഒരുപാട് സാധനങ്ങൾ ഒരു സെയിൽ നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കമ്പനിക്ക് ഒരു 100 രൂപ മാർജിൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ്. 3% ലെവൽ ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളൊരു ഫാമിലി യൂസർ ആണെങ്കിൽ. നിങ്ങളൊരു ആക്റ്റീവ് യൂസർ ആണെങ്കിൽ 2% ആണ്. ഫ്രീ യൂസർ ആണെങ്കിൽ 1% ആണ്. ഒരു ഫ്രീ യൂസർ ആണെങ്കിൽ 1000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഫാമിലി യൂസർ ആണെങ്കിൽ 3000 റുപ്പീസാണ് അവിടെ കിട്ടുക. അതാണ് ഇതിൻ്റെ ഫ്രീ യൂസറും ആക്റ്റീവ് യൂസറും ഫാമിലി യൂസറുമായിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പം ഒരു ഫാമിലി യൂസർ ആവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ വരുമാനം ട്രിപ്പിളാക്കി മാറ്റാൻ കഴിയും. 100 രൂപ കമ്പനിക്ക് മാർജിൻ കിട്ടുമ്പോൾ നിങ്ങളൊരു 20 ലെവൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം 62 ലക്ഷത്തിലധികമായിരിക്കും. ഇത് പോസിബിൾ ആയിട്ടുള്ള ഇൻകമാണ്. കാരണം കമ്പനി ഒരിക്കലും അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കുന്നില്ല. കമ്പനിയിലേക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 80 to 90% ആണ് കമ്പനി പേ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കമ്പനിയുടെ 28 വർഷത്തെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ടാണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ അവസരം ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാം. അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. എല്ലാ ദിവസവും സൂം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, ഫിസിക്കൽ മീറ്റിങ്ങുകളുണ്ട്. കമ്പനിയുടെ ഓഫീസ് തൃശ്ശൂർ അശ്വനി ജംഗ്ഷനിലാണ്. നിങ്ങൾക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ mysaving.in എന്നുള്ള വെബ്സൈറ്റ് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. mysaving.in എന്നുള്ള വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കംപ്ലയൻസ് ഡോക്യുമെൻറ്റ്സ് 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് ഡയറക്റ്റ് സെല്ലിംഗ് നിഷ്കർഷിച്ചിട്ടുള്ള വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ലീഗലായിട്ടും ജെന്യൂനായിട്ടും നടക്കുന്ന ഒരു കമ്പനിയോടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ 80 to 90% കമ്പനിക്ക് പേ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുൻപ് പറഞ്ഞ വരുമാനത്തിന് പുറമെ ഇവിടെ പല വരുമാനങ്ങളുണ്ട്. ക്ലബ് ബോണസ്, CCM ബോണസ്, CCM ഇയർലി ബോണസ്. ക്ലബ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്നവരെ 2 പേരെ ഫസ്റ്റ് റാങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 10 കോടി രൂപ വരെ ഇൻസെൻറ്റീവ്സ് വാങ്ങാൻ കഴിയുന്ന 14 റാങ്കുകളിൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് നമ്മുടെ കൂടെ വരുന്ന 2 പേരെ എത്തിച്ചാൽ അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുത്ത് അവരെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഒന്ന് കൈപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് 10% ഇൻക്രീസ് ഇൻ യുവർ ബൈനറി ഇൻകം. 400 രൂപ എന്നുള്ളത് 440 രൂപയാവും. അത് സെക്കൻഡ് റാങ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ 20% അങ്ങനെ 5ാമത്തെ റാങ്കിലേക്ക് നമ്മുടെ കൂടെ വന്ന 2 പേരെ എത്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ വരുമാനം 50% കൂടി 600 രൂപയാവും. അത് ഡെയിലി നമുക്ക് 10,000 നിന്ന് 15,000 ആക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. കോർ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ എത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫാമിലി യൂസർ ആവുക. 15 ഫാമിലി യൂസേഴ്സിനെ റെഫർ ചെയ്യുക. അവർക്ക് ഈ ബെനഫിറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫാമിലി യൂസർക്ക് കിട്ടുന്ന ബെനഫിറ്റുകൾ 4 ആക്റ്റീവ് ഇൻകവും അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഓട്ടോ പൂൾ ഇൻകവുമാണ്. അത് 3,12,000 രൂപ കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. ഫാമിലി യൂസർ ആവാൻ നിങ്ങൾ മുടക്കേണ്ടത് ഇൻക്ലൂഡിങ് GST 14,157 രൂപയാണ്. അത് നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് 3,12,000 രൂപ വരെ ഓട്ടോ പൂളിൽ നിങ്ങൾ വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും കിട്ടുന്ന ഒരു വരുമാനമാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് CCM ആവാനുള്ള അവസരമുണ്ട്. CCM ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണ്? നിങ്ങളൊരു പ്രിവിലേജ് കമ്മ്യൂണിറ്റി മെമ്പർ ആവും. റാങ്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ പകുതി ദൂരം ഓടിയാൽ മതി. പിന്നെ 5% എക്സ്ട്രാ ഓൺ യുവർ മന്ത്ലി ഏർണിങ്സ്. നിങ്ങൾ എത്രയാണോ നിങ്ങൾ മന്ത്ലി ഏർണിങ്സിലൂടെ വാങ്ങുന്നത് അതിൻ്റെ 5% എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഒരു കോർ കമ്മിറ്റി മെമ്പർ ആയിക്കഴിഞ്ഞാൽ. പിന്നെ ഇയർലി ബോണസ്
കമ്പനിക്ക് യൂട്ടിലിറ്റി സർവീസസിലൂടെയും സേവ് കാർഡിലൂടെയും കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% കമ്പനി മാറ്റിവെക്കുന്നത് CCM ബോണസിനാണ്, ഇയർലി ബോണസ്. അത് എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ആ വരുമാനം CCM മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. സേവ പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ സേവ് കാർഡിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സേവ പ്രോ ഇപ്പോൾ ഡെയിലി 300, 400, 500 ഒക്കെ സെയിൽ നടക്കുന്നുണ്ട്. ഭാവിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരാൻ സാധ്യതയുള്ള മാർക്കറ്റ് പ്ലേസാണ് സേവ് കാർഡ്. അതിനകത്ത് ഇനിയും പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്നൊക്കെ സെയിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് 10% മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നൊക്കെ ഭാഗം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ CCM ആവുക. CCM ആവാൻ ആദ്യം ഫാമിലി യൂസർ ആവുക, 15 ഫാമിലി യൂസേഴ്സിനെ റെഫർ ചെയ്യുക. പിന്നെ CCM ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ സേവ് കാർഡിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CCM നിന്ന് അടുത്ത പടിയിലേക്കായിട്ടുള്ള DCM, ഡയറക്ടേഴ്സ് ക്ലബ് മെമ്പർഷിപ്പിലേക്കൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ഇന്നോ ഇന്നലെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കമ്പനിയല്ല. 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനിയാണ്. തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന, എല്ലാത്തരം ലീഗൽ ഫോർമാലിറ്റീസും കംപ്ലൈ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. യൂണീക്ക് പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പെൻസ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർസൊക്കെ പലതുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ എക്സ്പെൻസ് ട്രാക്കിംഗ് അല്ലെങ്കിൽ വരുമാനം കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വരുമാനം കൂട്ടാനുള്ള സാധ്യത കൂടി തരുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് സേവ് ആപ്പാണ്. സേവ് ആപ്പിലൂടെ അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് ഏറ്റവും അനുയോജ്യമാണ്. കാരണം നമ്മൾ നേരിട്ട് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയി നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക, ഒരു സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, ഒരു യൂട്യൂബ് വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം. യൂണീക്ക് മാർക്കറ്റിംഗ് മെത്തേഡ് ഉണ്ട്. കോമ്പൻസേഷൻ പ്ലാൻ ഹയ്യസ്റ്റ് ഇൻകം തരുന്നതാണ്. ഇത്രയധികം കാശ് മുടക്കിയാലാണ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന കാശിന് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സേവ പ്രോ എന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും 24,000 പിന്നെ 3,12,000 കിട്ടാനുള്ള യോഗ്യതയുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു കോമ്പൻസേഷൻ പ്ലാൻ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവില്ല. നിങ്ങൾ പലരും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ പല കമ്പനികളൊക്കെ കണ്ടിട്ടുണ്ടാവും. പല കമ്പനികളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം റീപർച്ചേസിങ്. എല്ലാ മാസവും വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക. കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ആ കമ്പനിയിലേക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ നമ്മൾ കാണാം, ട്രേഡിംഗ് കമ്പനികൾ കാണാം. അവിടെയൊക്കെ നമുക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും കാശിട്ടുകൊണ്ടിരിക്കണം. ഇവിടെ വീണ്ടും വീണ്ടും പൈസ ഇടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഒരിക്കൽ ഒരു സേവ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനത്തിൻ്റെ അനന്ത സാധ്യതകൾ തുറക്കുകയാണ്. പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനിക്ക് കണ്ടിന്യൂസ് റവന്യൂ വരാനുള്ള സാധ്യതകൾ കമ്പനി ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുമാനം അൺലിമിറ്റഡായിട്ട് കിട്ടാൻ സാധ്യത. ഇത്രയും നല്ലൊരു സിസ്റ്റം മറ്റൊന്നിൽ കാണാൻ കഴിയില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയോടുകൂടി പറയാൻ പറ്റും. ഇവിടെ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, പണം നഷ്ടപ്പെടും എന്നുള്ള ഭയമില്ലാതെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഹയസ്റ്റ് പേയിങ് കോമ്പൻസേഷൻ പ്ലാൻ, അതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഫാസ്റ്റ് പേ ഔട്ടാണ്. പിറ്റേ ദിവസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന പണമാണ്. സേവ് കാർഡിലെയും റീചാർജിലെയും ഇൻകം നിങ്ങൾക്ക് വാലറ്റിലേക്ക് വരും. അത് 250 രൂപയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്കത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വിഡ്രോവൽ കൊടുക്കാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ KYC ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, KYC അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആധാർ, പാൻ കാർഡ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഇതിനേക്കാൾ ഫാസ്റ്റ് പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടില്ല. പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇൻകം വാങ്ങാൻ കഴിയും. ഏതൊരു സാധാരണക്കാരനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ സഹായിക്കുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനവും അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. താങ്ക് യു വെരി മച്ച്. ബൈ.